ഗർഭകാലം പോലെ തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയമാണ് പ്രസവശേഷമുള്ള ആദ്യത്തെ ആഴ്ചകൾ. ഗർഭകാലത്തും പ്രസവ സമയത്തുമായി സ്ത്രീകളുടെ ശരീരത്തിലും മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ശരീരത്തെയും മനസ്സിനെയും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രസവശേഷമുള്ള ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് പ്രസവശേഷമുള്ള ആദ്യത്തെ 1.5 മാസമോ അല്ലെങ്കിൽ അടുത്ത പീരീഡ്സ് അല്ലെങ്കിൽ മാസമുറ വരുന്നത് വരെയുള്ള കാലത്തെയോ സൂതികാ കാലം എന്നാണ് പറയുന്നത്. ആയുർവേദ വിധിപ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ദഹനശേഷി മെച്ചപ്പെടുത്തുക, പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുക, പ്രസവ സമയത്ത് ഉണ്ടായിരിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ വേദനകളെ ഇല്ലാതാക്കുക, ഗർഭാശയത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനെ സഹായിക്കുക, ശരിയായ അളവിലുള്ള മുലപ്പാലിന്റെ ഉൽപാദനം സാധ്യമാക്കുക മുതലായവയാണ്. പ്രസവാനന്തര ശുശ്രൂഷ എന്നു മുതൽ ആരംഭിക്കണം എന്നത് പലരുടെയും ഒരു ആശങ്കയാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ഇനി സിസേറിയൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം 1-2 ആഴ്ചകൾക്ക് ശേഷം പ്രസവ ശുശ്രൂഷ ആരംഭിക്കാവുന്നതാണ്. പ്രസവാനന്തര ശുശ്രൂഷയിൽ ആഹാരവും ഔഷധവും ചില പ്രത്യേക ബാഹ്യ ചികിത്സകളും ഉൾപ്പെടുന്നു. പ്രസവത്തിന് ശേഷം നമ്മളുടെ ദഹനശേഷി കുറച്ച് ദുർബലമായതിനാൽ ദഹനശേഷി മെച്ചപ്പെടുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കും ആദ്യത്തെ ആഴ്ചകളിൽ ഉത്തമം. ദഹനശേഷി മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഔഷധങ്ങളും ഉപയോഗിക്കാം. എരിവ്, പുളി, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, മലബന്ധം കുറയ്ക്കുക, മുലപ്പാലിന്റെ ഉൽപാദനം ശരിയായ അളവിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഔഷധവും ആഹാരവും ആദ്യത്തെ ആഴ്ചകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദഹനശേഷി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ വരും ആഴ്ചകളിൽ കൂടുതൽ നറിഷിംഗ് ആയിട്ടുള്ള, അതായത് പുഷ്ടി നൽകുന്ന രീതിയിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും ഉപയോഗിക്കാം. ഈ പറഞ്ഞ ആഹാരമായാലും ഔഷധമായാലും ഓരോ വ്യക്തിയുടെയും ദഹന വ്യവസ്ഥയും പ്രസവ രീതിയും പ്രകൃതവും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പ്രസവശേഷമുള്ള ബാഹ്യ ചികിത്സയിൽ ഓരോ വ്യക്തിയുടെ പ്രകൃതവും അവരുടെ അപ്പോഴത്തെ കണ്ടീഷനും യോജിച്ച വിധത്തിലുള്ള മെഡിക്കേറ്റഡ് ഓയിൽ കൊണ്ടുള്ള മസാജ്, ഒരു 15 to 20 മിനിറ്റ്സ് മസാജും അതുപോലെ മെഡിക്കേറ്റഡ് വാട്ടർ ബാത്ത്, വേദുകുളിയും ഉൾപ്പെടുന്നു. പ്രസവത്തോടെ അയഞ്ഞു താണ വയർ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതിനായി അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ ഗർഭകാലത്ത് പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകളിൽ ഉണ്ടായേക്കാവുന്ന പല ബ്ലാക്കിഷ് ഡിസ്കളറേഷൻസും സ്ട്രെച്ച് മാർക്സിനെയൊക്കെ കുറയ്ക്കുവാനായിട്ട് മെഡിക്കേറ്റഡ് പേസ്റ്റ്, ലേപനങ്ങൾ ഉൾപ്പെടുന്നു. മാനസിക ആരോഗ്യത്തിനായി കൗൺസിലിങ്ങും ചെയ്തു കൊടുക്കുന്നതാണ്. പ്രസവ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആയുർവേദ ചികിത്സാ വിധികൾ ഒരു വിധത്തിലും ഉള്ള ശാരീരിക വൈഷമ്യങ്ങൾ കുഞ്ഞിലോ അമ്മയിലോ ഉണ്ടാക്കുന്നതല്ല. മറിച്ച് ഇത് കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിനും ശാരീരിക ക്ഷമതയ്ക്കും ഗുണകരമായിട്ടുള്ളതാണ്. ഇതിന് വിപരീതമായുള്ള എല്ലാ പ്രചരണങ്ങളും തികച്ചും വസ്തുതാവിരുദ്ധമാണ്.